അടിയിൽ കമന്റ് ചെയ്യുക. ബെറ്റിന് ഞാൻ തയ്യാറാണ്. ഞങ്ങൾ ജനങ്ങൾക്കുള്ളൊരു സംശയം പച്ചയ്ക്ക് ചോദിച്ചോട്ടെ. അല്ല ഞാനല്ല എനിക്ക് പറയാനത്. താങ്കളെല്ലാം പണം തേടി ഈ പാലക്കാട് നിന്ന് താങ്കൾ വിട്ടുപോകുമോ? നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാടാണ്. പ്രിയപ്പെട്ടവരെ, ട്രൂ ടി വി ഇലക്ഷന്റെ ഭാഗമായി പലയിടത്തും പല ക്യാൻഡിഡേറ്റിനെ കണ്ടു. പക്ഷേ ജയിക്കുമെന്നുറപ്പുള്ള സ്ഥാനാർത്ഥികൾക്ക് അടുത്ത് മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനൊരു ബെറ്റ് വെക്കാൻ പോവുകയാണ്. പാലക്കാട് ആര് ജയിക്കും? പാലക്കാട് വന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരുടെ കാര്യം സംസാരിക്കുവാൻ വേണ്ടിയാണ്? അതെ, രമേശ് പിഷാരടി പാലക്കാട് ഉന്നത ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരിക്കും. ഇത് ട്രൂ ടി വിയുടെ വാക്കാണ്, സൂരജ് പാലക്കാരൻ്റെ വാക്കാണ്. അതെ, പക്ഷേ എന്നുള്ളതുണ്ട്. ഈ പക്ഷയാണ് നിങ്ങൾക്കറിയേണ്ടത്, പാലക്കാടുകാർക്കറിയേണ്ടത്, തീർച്ചയായിട്ടും അറിയണം. അതെ, ഈ പിഷാരടി ഒരു മുഖം മൂടിയിട്ട ചെന്നായാണോ? അറിയേണ്ടതുണ്ട്. ദേ ആ ചെന്നായി നിൽക്കുന്നു. നമസ്കാരം മിസ്റ്റർ കോമാളി. കോമാളിയാണല്ലേ? അതെ, നന്നായിരിക്കുന്നല്ലോ അല്ലേ? സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഈ പക്ഷേ എന്ന് പറഞ്ഞ ഞാൻ പിന്നെ ചെന്നായി എന്നൊക്കെ വിളിച്ചല്ലോ, മുഖം മൂടിയിട്ട് ചെന്നായി എന്നൊക്കെ വിളിച്ചു. ഒരുപാട് കേട്ടോണ്ടിരിക്കുകയല്ലേ? സിനിമാടൻ. ഞാൻ എന്റെ ചോദ്യം അതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നിയേക്കാം എന്താണ് ഈ പക്ഷേ എന്നുള്ളത്. അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞു, 100% താങ്കൾ ജയിക്കും. അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായിട്ട് വിജയമുറപ്പിച്ച ഒരു നേതാവാണ്. നീ വരാനിരിക്കുന്ന ഒരു MLA ആണ്. മന്ത്രിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇവർ സീറ്റ് തന്നാൽ നിങ്ങൾ മന്ത്രിയാവും. പക്ഷേ തരുമായിരിക്കും അല്ലേ? ഞാനില്ല, ഞാൻ സീറ്റ് തന്നെ അങ്ങനെ അമിതമായി പ്രതീക്ഷിച്ച സാധനമല്ല. കിട്ടിയതിൽ സന്തോഷം. അത് മത്സരിക്കണം. കാരണം ഒരു നിർണായക സീറ്റാണ്. ഇവിടെ വന്ന് വളരെ ബോൾഡായിട്ട് മത്സരിക്കേണ്ടതുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഓടി വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കുന്ന പോലെയും നേതൃത്വം പറയുന്ന പോലെയും നിൽക്കാന്നുള്ള പ്ലാനിൽ തന്നെ വന്ന് നിൽക്കുന്നത്. സാധാരണ ഈ ഇലക്ഷൻ നിൽക്കുമ്പോൾ എളിമ കുറച്ച് കൂടുതലാണ്. അല്ല മൊത്തത്തിൽ അല്ല, എനിക്ക് അല്ലെങ്കിലും ഉണ്ട്. നിങ്ങൾ എന്നെ കാണുന്നില്ല. അതുകൊണ്ടല്ലേ എന്നെ ആരും വെറുതെ കാണുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പിഷാരടി ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഞാൻ ഈ പ്രേക്ഷകരോട് ബെറ്റ് വെച്ചു, താങ്കൾ ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പക്ഷേ പറഞ്ഞു. പക്ഷേ എന്താണെന്ന് കഴിഞ്ഞാൽ പാലക്കാടുകാർക്കുള്ള സംശയം, ഞങ്ങൾ ജനങ്ങൾക്കുള്ളൊരു സംശയം പച്ചയ്ക്ക് ചോദിച്ചോട്ടെ. ചേട്ടാ, എന്തോ ചേട്ടൻ സിനിമാടനാണ്. ഏറ്റവും രസം തന്നെ അറിയോ, ഒരു 50-ലധികം. ഞാനല്ല എനിക്ക് പറയാനത്. താങ്കൾ സിനിമാടനാണ്, ഡയറക്ടറാണ്. മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഷോ ചെയ്യുന്ന ഒരാളെന്ന് തോന്നുന്നു. ഒരുപാട് പണം ഇനിയും വേണം അല്ലേ? പണം ആവശ്യമല്ലേ? പണം എല്ലാ കാര്യത്തിനും ആവശ്യമില്ല. പണം ആവശ്യമില്ല. പണം തേടി ഈ പാലക്കാട് നിന്ന് താങ്കൾ വിട്ടുപോകുമോ? ഇല്ലല്ലോ, അത് ഞാൻ എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ വരവിന് മുമ്പ് ഞാനത് ആലോചിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഒരുപാട് പരിപാടികൾ അല്ലെങ്കിൽ സിനിമാ പരിപാടികൾ എന്നുള്ളതിൻ്റെ എല്ലാ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക നമ്മുടെ മണ്ഡലത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. ഒപ്പം എനിക്ക് വളരെ ഈസി ആയിട്ട് പണം ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തി നിൽക്കുന്നതാണ്. ഈ മണ്ഡലത്തിൽ ഒരാൾക്കൊരു ആവശ്യമുണ്ട്. ഞാൻ ഒരിടം വരെ ഒന്ന് പോയാൽ, ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താൽ അതിൽ നിന്നൊരു വരുമാനം ഇവിടെ നാട്ടിലൊരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും സൗകര്യം ഉണ്ടെങ്കിൽ പിന്നീട് ഉടനെ ഒന്നും അല്ല, അത് അപ്പോഴാലോചിക്കുള്ളൂ. ഇപ്പം നിലവിൽ ഒരിക്കലും ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഭാവി പരിപാടി പാലക്കാടുണ്ടാവും. പിന്നെ അതുണ്ടാവണം. ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചില രാഷ്ട്രീയക്കാരെ പോലെ, ചില MLA-മാരെ പോലെ, ചില മന്ത്രിമാരെ പോലെ ചില വാക്കുകൾ താങ്കളും മാറ്റുമോ? ഇല്ല, ഒന്നും മാറ്റാൻ പോകുന്നില്ല. ഈ സിനിമ നടന്ന കാര്യം തന്നെ 50-ലധികം സിനിമകളിൽ നായകന്മാരായിട്ടുള്ളവരുടെ നിൽക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആകെപ്പാടെ 19 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അത് പകുതി പൊളിഞ്ഞും പോയി. അപ്പൊ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴാണ് ഇത്രയും വലിയ സിനിമാടനാന്ന് ഞാൻ മനസ്സിലായത്. അത്ര സ്നേഹമുണ്ടല്ലേ? സിനിമാടനാക്കി എല്ലാവരും കൂടെ. എന്തൊക്കെയായാലും പിഷാരടി ഉയർന്ന നമസ്കാരം. ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞാണ്. താങ്കളുടെ വലിയ അടുത്ത സുഹൃത്ത് തന്നെയാണ്. പിഷാരടി ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്. ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്, മിഷനുള്ള ആളാണ് പ്രിയപ്പെട്ട പിഷാരടി. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പിഷാരടി ജയിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബെറ്റിൽ മാറ്റമില്ല. ഇതിലെന്തെങ്കിലും ഈ വാക്കിന് മാറ്റം ഉണ്ടെങ്കിൽ ധൈര്യമുള്ളവർ അടിയിൽ കമന്റ് ചെയ്യുക. ബെറ്റിന് ഞാൻ തയ്യാറാണ്. പിഷാരടി ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കട്ടെ, ജയിച്ചു കാണട്ടെ. നന്ദി, സ്നേഹം. സൂരജ് പാലക്കാടുകാരനായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. Thank you so much. Thank you. Same to you. Okay.